ഈ വണ്ടി പോകുന്നത് കണ്ടാൽ പിന്നെ വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നമുക്കൊക്കെ സ്ഥലം മനസ്സിലാവും. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് നമ്മുടെ ഈ യാത്ര. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ളൊരു ദ്വീപാണ് ധർമ്മടംതുരുത്ത്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ അത്. ഇവിടുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ല ആൻഡമാനിലൊക്കെ പോയി എടുത്താന്ന് തോന്നും. ആ ദ്വീപിലൊക്കെ ഒന്ന് കയറി പിന്നെ അവിടുന്ന് കണ്ണൂർ കോട്ടയം ലൈറ്റ് ഹൗസും ഒക്കെ കണ്ട് ഒരു യാത്ര പോയിട്ട് വരാം. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിലെത്താം. അല്ലെങ്കിൽ അവിടുന്ന് ഓട്ടോ വിളിച്ചും പോരാം. ഇതുപോലെയുള്ള 3 എൻട്രൻസ് ആണ് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് 40 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം. ഇന്ത്യയിൽ 2-3 ഡ്രൈവിംഗ് ബീച്ചൊക്കെ ഉണ്ടെങ്കിലും വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ചാണിത്. 5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ ബീച്ചിൽ നമുക്ക് 4 കിലോമീറ്ററോളം വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. സാധാരണ മറ്റ് ബീച്ചുകളിലൊക്കെയുള്ള മണൽ പോലെയല്ല, ഇവിടെ മണ്ണിൽ കുറച്ച് ഉറച്ചു പോയ പോലെ കിടക്കുന്ന കാരണം വീലങ്ങനെ താന്നു പോവില്ല. അതുപോലെ ഈ തിരയടിക്കുന്ന സ്ഥലത്തും ആഴം പൊതുവെ കുറവായതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വെള്ളത്തിലിറങ്ങാനും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പിന്നെ വണ്ടിയും കൊണ്ട് ബീച്ചിലേക്ക് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെള്ളത്തിലേക്ക് അത്രയ്ക്ക് അങ്ങ് ഇറക്കണ്ട. കാരണം ഉപ്പുവെള്ളം വണ്ടിയുടെ ലൈഫിന് അത്ര നല്ലതല്ല. ഈ മണലിൽ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രകാരൻ്റെ ഇവനാണ്. സാധാരണ എല്ലാ ബീച്ചിലും ഉണ്ടാകുന്ന പോലെ തന്നെ ചെറിയ ഞണ്ടുകൾ. പക്ഷെ ഇവിടുത്തെ മണൽ നല്ല കട്ടിയായതുകൊണ്ട് ഞണ്ട് കുഴിന്ന് ഉരുട്ടിയെടുത്ത് പുറത്തേക്കിടുന്ന മണലൊക്കെ അങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുക. അത് രാവിലെ മുതൽ തന്നെ ഇവിടെ ജോഗിങ്ങും വർക്കൗട്ടും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിങ്ങനെ കടലിൽ പോയ ഓരോ ബോട്ടുകൾ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടെ വന്ന് വല വലിച്ചു കയറ്റി മീനൊക്കെ കൂടി കുടഞ്ഞിട്ട് തരം തിരിച്ചെടുക്കുന്ന കാണാം. മീൻപിടുത്തത്തിന് പല രീതിയിലുള്ള വലകളുണ്ടെങ്കിലും ഡ്രിഫ്റ്റ് നെറ്റ്സ് എന്ന് പറയുന്ന ഈ രീതിയാണ് ഇന്ത്യയിലെ ഇങ്ങനെയുള്ള ഈ ചെറിയ ബോട്ടുകളൊക്കെ ചെയ്യുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ പല സ്ഥലങ്ങളിലും ശരിക്കും ഈ രീതി ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബോട്ട് വലയും വിരിച്ചങ്ങനെ പോകുന്ന ഏരിയയിലുള്ള സകല മീനും വലയിൽ കുടുങ്ങുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ കരയുന്നൊരു 2 കിലോമീറ്റർ ദൂരം വരെ പോയി മീൻ പിടിക്കാൻ ഈ രീതി ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഈ വലയുടെ ഭാരവും അതിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സാധാരണക്കാർ ശരിക്കും ഞെട്ടുക. വലയുടെ സൈസൊക്കെ അനുസരിച്ച് 2-3 ലക്ഷത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വില തന്നെ. എന്നിട്ട് ഈ കഷ്ടപ്പെട്ടിട്ടൊന്നും കിട്ടാതെ വരുമ്പോഴാണ് സങ്കടം വരിക. ഇത് ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ട് ഫിഷിംഗ് കഴിഞ്ഞ് വരുന്ന ബോട്ടിനൊക്കെ തിരിച്ച് കരയിലേക്ക് കയറ്റാൻ എളുപ്പമാണ്. വീലുള്ള ഒരു സാധനത്തിന്റെ മുകളിലെടുത്ത് വെച്ച് സിമ്പിളായിട്ട് ഉരുട്ടിക്കൊണ്ട് പോരാം. ആലപ്പുഴയുടെ ബീച്ച് ഏരിയയിലൊക്കെ തെങ്ങിന്റെ ഓല അടിയിലിട്ട് നിരക്കി നീക്കുന്നത് കണ്ടിട്ടുണ്ട്. ബീച്ചിന്റെ സൈഡിൽ ദേ ക്രിക്കറ്റ് കളി നടക്കുന്നു. എറിയുന്ന കണ്ടിട്ട് നല്ല ബോളാ. 6 എന്ന് വിചാരിച്ചു, പക്ഷെ അത് ക്യാച്ച് വിട്ടു. അങ്ങനെ ഈ ബീച്ചിലെ കാഴ്ചയും കണ്ട് നടക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ദേ ഒറ്റ നോട്ടത്തിൽ പട്ടിയല്ല എന്ന് മനസ്സിലായി. അതിനെ അടുത്ത് കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു. നാട്ടുകാർ ഇതിനെ കുറുക്കൻ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കുള്ള കുറുക്കൻ ഇതല്ല, ഇത് ജക്കലാണ്. നമ്മുടെ കബനി സ്റ്റോറിയിൽ കണ്ട വൈൽഡ് ഡോഗിന്റെ ഒക്കെ ഒരു ബന്ധുവായിട്ട് വരും. നമ്മുടെ നാട്ടിലെ ഊളൻ, ഓരി, കുറുനരി അങ്ങനെ പല സ്ഥലത്തും പല പേരുകളുണ്ട്. പൊതുവെ മനുഷ്യരെ കണ്ട ഓടിപ്പോവാറാണ് പതിവ്, അങ്ങനെ ആക്രമിക്കാറൊന്നുമില്ല. ഇതിനി കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടാണോ ഇര പിടിക്കുന്നതെന്ന് ഡൗട്ടുണ്ട്. വല്ലാത്തൊരു നോട്ടം. സൗത്ത് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഇവനെ കൂടുതലായിട്ട് കാണാറ്. ഈ ജക്കൽ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. ഇത് ഇന്ത്യൻ ഗോൾഡൻ ജക്കലാണ്. മലയാളത്തിൽ കുറുനരി എന്നാണ് ശരിയായ വാക്ക്. അടുത്ത ട്രിപ്പിനുള്ള വലയൊക്കെ സെറ്റാക്കി ഒരു ബോട്ട് ഇതേ പുറപ്പെടുകയാണ്. വെള്ളമുള്ള സ്ഥലം വരെ ചക്രത്തിൽ ഉരുട്ടി കൊണ്ടുവന്നിട്ട് ബാക്കി നല്ലൊരു തിര വരുമ്പോൾ അതിന്റെ കൂടെ അങ്ങോട്ട് തള്ളി വിടും. ഇനി നമ്മൾ നേരെ പോകുന്ന സ്ഥലമാണ് ധർമ്മടംതുരുത്ത്. കരയിൽ നിന്ന് വലിയ ദൂരെ അല്ലാതൊരു ദ്വീപാണ്. ദേ ആ മുമ്പിൽ കാണുന്നില്ലേ, അതാണ് ധർമ്മടം ഐലൻഡ്.
മൊത്തം തെങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഈ ദ്വീപിനെ പച്ചത്തുരുത്തെന്നും കാക്കത്തുരുത്തെന്നൊക്കെ പറയാറുണ്ട്. സാധാരണഗതിയിൽ ഇവിടുന്ന് അങ്ങോട്ട് കടലിൽ കൂടെ നടന്നു പോവാം. പക്ഷെ ഞാനിവിടെ എത്തിയപ്പോൾ വേലിയേറ്റം ആയതുകൊണ്ട് ഒരാൾ പൊക്കത്തിൽ വെള്ളമുണ്ട്. നടന്നു പോകല് പ്രാക്ടിക്കലല്ല. വേലിയിറക്കം വന്ന് വെള്ളം ഒന്ന് കുറഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിരാവിലെ സമയത്ത് വേലിയിറക്കം ആവത്രേ. അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നടന്നു പോകാമെന്ന് വെച്ചു. ഇവിടെ വരാൻ തീരുമാനിച്ചാൽ പിന്നെ കടലിൽ വെള്ളം താഴുന്നവരെ നോക്കി ദ്വീപിൽ പോകാതെ എന്തായാലും തിരിച്ചു പോകില്ല. അങ്ങനെ നമ്മൾ രാത്രി ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ധർമ്മടം തുരുത്തിലേക്ക് നടക്കുകയാണ്. സമയം ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇന്നലെ കടൽ കയറിക്കിടന്ന സ്ഥലമാണ്. രാവിലെ സമയത്ത് വേലിയിറക്കം ആയതുകൊണ്ട് പോകുന്ന വഴിയിൽ ഒരു മുട്ട് വരെയൊക്കെ ഇപ്പോൾ വെള്ളം ഉണ്ടാവുള്ളൂ. നമുക്ക് നടന്നു പോവാം. പക്ഷെ ഒരു കാര്യം, രാവിലെ ഒരു 7:30 മാക്സിമം 8 മണിക്ക് മുമ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ പെട്ടുപോകും. വേലിയേറ്റമൊക്കെ ആയാൽ പിന്നെ അര വരെ വെള്ളവും തിരമാലയൊക്കെ ഉണ്ടാവും. ഇതുപോലൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത്, അതും എപ്പോൾ വേണേലും വേലിയേറ്റമൊക്കെ ഉണ്ടാവാന്നുള്ള സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോണത് അത്ര നല്ല ഐഡിയ അല്ലാത്തതുകൊണ്ട് ഈ നാട്ടിലുള്ള ഒരു ചേട്ടനെ ഒപ്പം കൂട്ടി. പുള്ളിക്കാരൻ ഫിഷർമാൻ ആയതുകൊണ്ട് ഇൻ കേസ് ഇനി വെള്ളം കയറിയാലും പേടിക്കാതെ നീന്തി വരാലോ. കടലിൽ കൂടെ നടന്ന് നമ്മളിതേ ദ്വീപിലേക്ക് കയറി. ഈ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ സൈഡ് അടക്കം ഈ ഒരു ഏരിയയിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള ചെങ്കൽ പാറകൾ കാണാം. സ്ഥിരം കടൽ വെള്ളം അടിച്ച് നല്ല മൂർച്ചയുണ്ട് ഇതിന്റെ സൈഡൊക്കെ. പക്ഷെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇവിടെ. മുമ്പിലൊരു ഒറ്റപ്പെട്ട ദ്വീപ്, ആളും തിരക്കൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ളൊരു കടൽ തീരം. ഈ ബീച്ചിൽ നിന്നിട്ട് ഇന്നത്തെ സൺറൈസും ആഹാ, പുള്ളിക്കാരൻ ഉദിച്ചു പൊങ്ങി വരുന്നുണ്ട്. ഈ ദ്വീപിന്റെ സൈഡിലും ചുറ്റു നിലത്തും ഒക്കെ ഈ വെള്ളക്കടലിൽ കാണുന്നത് കക്കയാണ് കേട്ടോ. ഇത് ഈ ദ്വീപിന്റെ 4 വശത്തും ഉണ്ട്. അങ്ങനെ നമ്മൾ ധർമ്മടം തുരുത്തിലേക്ക് കയറുക. ഈ തുരുത്ത് ഇപ്പോൾ വെറും കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ട്, അതായത് ഒരു 60-70 വർഷം മുമ്പ് ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൊളിഞ്ഞു പോയ പഴയ വീടും കിണറും ഒക്കെ ഉണ്ട് ഇവിടെ. പണ്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. പിന്നെ 1998 ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇപ്പോൾ ഇത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ്. നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ സൈഡിൽ കാണുന്ന വള്ളിച്ചെടി കണ്ടോ? ഇത് മുറിച്ച ആ സ്ഥലത്തുനിന്ന് വെള്ളം വരും. അതും കുടിക്കാൻ പറ്റുന്ന വെറും പച്ച വെള്ളം. ഇവിടെ ഇങ്ങനെ വരുന്നവരൊക്കെ ഈ വെള്ളം വരുന്നത് കാണാൻ വേണ്ടി മുറിച്ച് നോക്കുന്നത് അത്ര നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നാഞ്ഞുകൊണ്ട് ഞാനായിട്ട് വെറുതെ ഒരു വള്ളി വെട്ടിക്കളയണ്ടെന്ന് ഓർത്തു. നമുക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. ഈ 5 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ഈ ദ്വീപിൽ ഇതുപോലെയുള്ള പല വള്ളിച്ചെടികളും മരങ്ങളും അതിനേക്കാൾ കൂടുതൽ തെങ്ങുകളുമാണ് ഉള്ളത്. ഈ തെങ്ങുകളിലെ തേങ്ങയൊക്കെ ഓരോ വർഷവും പാട്ടത്തിന് കൊടുക്കുകയാണ് ചെയ്യുക. ഇതേ കണ്ടോ, പാട്ടത്തിനെടുത്ത ആള് തേങ്ങയിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുക. വല്ല വള്ളത്തിലും വന്നിട്ട് എടുത്തുകൊണ്ട് പോകാനായിരിക്കും. ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പിലേക്ക് നടക്കുമ്പോൾ ആ പഴയ വീടിന്റെ അവശിഷ്ടം. ഏകദേശം ഒരു സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ ഉണ്ടായിരുന്ന വീടായിരിക്കും എന്ന് തോന്നുന്നു. ഈ നാട്ടുകാർക്കടക്കം ആർക്കും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. ഇവിടെയുള്ള ആൾക്കാർ തന്നെ ചെറുപ്പം മുതലേ ഇതിവിടെ ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ണൂർ ചെങ്കല്ലിൽ ഉണ്ടാക്കിയ ചുമരായതുകൊണ്ട് പൊളിച്ച് കളയാത്ത ഭാഗമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഒന്നുകിൽ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ച് കളഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നവർ ഉപേക്ഷിച്ച് പോയപ്പോൾ പൊളിച്ചിട്ടിട്ട് പോയതായിരിക്കും. അല്ലാതെ ഈ കണ്ണൂർ കാസർഗോഡ് ഏരിയയിലുള്ള ചെങ്കല്ലൊക്കെ ഒരു 100 വർഷമായാലും ഒരു കേടും പറ്റില്ല. ശരിക്കും ഒന്ന് പോളിഷ് ചെയ്താൽ ചുമര് തേക്കേണ്ട ആവശ്യം പോലും വരില്ല. ഈ കെട്ടിടം പണിയാനുള്ള കല്ലൊക്കെ ഈ ദ്വീപിനകത്തുനിന്ന് തന്നെ ചെത്തിയെടുത്താട്ടോ. ഈ സൈഡിലൊക്കെ ചെങ്കല്ല് വെട്ടിയെടുത്തതിന്റെ വെട്ടുകുഴി കാണാം. അങ്ങനെ നടന്നു വരുമ്പോൾ ഈ ജെണ്ട പോലുള്ള സിമെന്റിന്റെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടു. അതിൽ യൂണിയൻ ഓഫ് ഇന്ത്യ ടെറിട്ടറി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യമുള്ള ഇതിൽ ഇന്ത്യക്കാരുടെ കൾച്ചറും നമ്മൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ ദ്വീപിന്റെ ചരിത്രം കുറെ പരിശോധിച്ചു, കുറെ വായിച്ചു നോക്കി, വീഡിയോസ് കണ്ടു. പക്ഷെ പലരും പല പല കഥകളാണ് പറയുന്നത്. അതിലേതാണ് ഫാക്ട് എന്ന് മനസ്സിലാക്കാൻ പാടായതുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എന്തായാലും ഡച്ചുകാർ ആദ്യം ഏറ്റെടുത്ത്, പിന്നെ ബ്രിട്ടീഷുകാരും കൈവശം വെച്ച്, പിന്നെ ഇത് സ്വകാര്യ ഭൂമിയായിട്ട് പിന്നെ ഗവൺമെന്റ് ഏറ്റെടുത്തു. അങ്ങനെ നമ്മൾ നടന്ന് ദ്വീപിന്റെ അറ്റത്തെത്തി. അപ്പുറത്ത് കടൽ കാണാം. അങ്ങോട്ട് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കട്ടെ. പിന്നെ ഇവിടെ പാമ്പോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കുറുനരി രാത്രി ഇവിടെ തേങ്ങ കക്കാൻ വരാറുണ്ട്. അത് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും തിരിച്ചു പോയിട്ടും ഉണ്ടാവും. ഈ സൈഡിൽ ഇപ്പുറത്തെ ഇവിടെ ബീച്ചൊന്നുമില്ല, മൊത്തം ചെങ്കൽ പാറകളാണ്. കുറച്ച് മണലും ബീച്ചും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ.
നാല് ചുറ്റും കടലായിട്ട് 5 ഏക്കർ സ്ഥലത്തുള്ള ഒരു ദ്വീപ്. ശരിക്കും ഇതൊരു വലിയ ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പ്രകൃതിയെയും പച്ചപ്പിനെയും ഒന്നും നോവിക്കാതെ തന്നെ വലിയ റിസോർട്ട്സോ ഹോട്ടൽസോ ഒക്കെ പണിയാലോ. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ച് തൊട്ടടുത്തായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളും വരും. അറ്റ്ലീസ്റ്റ് നല്ല എന്തെങ്കിലും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനെങ്കിലും ഇവിടെയൊക്കെ പണിത് വെച്ചിട്ട് സഞ്ചാരികളെ ആകർഷിക്കാം. ഇത്രയും വർഷങ്ങളായിട്ട് ഈ തേങ്ങ വിറ്റ് കിട്ടുന്ന വരുമാനം മാത്രം നോക്കിയിരിക്കുന്നത് എന്തിനാണാവോ. മൊത്തത്തിലുള്ള 5 ഏക്കറിൽ 2 ഏക്കറോളം നല്ല പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ കാടല്ലായിരുന്നെങ്കിൽ ശരിക്കും ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെ കിടന്നേനെ. പിന്നെ എന്നെ ഇവിടെ അതിശയിപ്പിച്ച അടുത്ത സംഭവം ഒരു കിണറാണ്. ഈ ദ്വീപിന്റെ ഒരറ്റത്ത് ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഒരു കിണർ ചെത്തി തേച്ച പോലെ ഇപ്പോഴും നല്ല ഷേപ്പിൽ തന്നെ കിടക്കുന്നു. ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് തേങ്ങ ഇലകളൊക്കെ വീണ് ചീത്തയായി കിടക്കുകയാണെങ്കിലും ഒട്ടും ഉപ്പുരസമില്ലാത്ത നല്ല ശുദ്ധ വെള്ളമാണ് അത്ര ഈ കിണറ്റിൽ. അതും ഈ കടലിന്റെ സൈഡിലുള്ള കിണറ്റിൽ. ഓരോരോ അതിശയങ്ങളെ. എന്തായാലും നമ്മളിതാ തിരിച്ചിറങ്ങാണ്. പിന്നെ ഈ ധർമ്മടവും മുഴപ്പിലങ്ങാടും ഒന്നും അറിയാത്തവർക്ക് തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ പോണ വഴിക്ക് 4 കിലോമീറ്റർ പോകുന്ന ഈ ധർമ്മടം എത്തും. അവിടുന്ന് ഒരു 2-3 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ മുഴപ്പിലങ്ങാട് എത്തും. അങ്ങനെ നമ്മൾ ഈ ഐലൻഡിലേക്ക് കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. സമയം ഒരു 7:30 ആയി. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഈ ധർമ്മടം തുരുത്തൊന്ന് കറങ്ങി തിരിച്ചു പോന്നു. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയാട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പോലത്തെ സ്ഥലമാണ്. പക്ഷെ അതിരാവിലെ സമയത്ത് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് വേലിയേറ്റം വന്ന് വെള്ളം കയറാൻ തുടങ്ങിയതുകൊണ്ട് അധികം സമയം ഇവിടെ നിൽക്കാതെ കാര്യമായിട്ട് വിഷ്വൽസ് ഒന്നും എടുക്കാതെ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഇനി ഇവിടുന്ന് നേരെ കണ്ണൂർ കോട്ട കാണാൻ പോവാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ലൈറ്റ് ഹൗസും എന്നുള്ള വ്യൂവും കാണണം. ഇതാണ് പച്ചത്തുരുത്ത്, കാക്കത്തുരുത്ത്, ധർമ്മടം തുരുത്ത് എന്നൊക്കെ പറയുന്ന ധർമ്മടം ഐലൻഡ്. കണ്ടില്ലേ, ഫുള്ള് തെങ്ങും മരങ്ങളും എല്ലാം കൂടെ നല്ല ഭംഗിയാ. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ആ മുഴപ്പിലങ്ങാട് ബീച്ച് കാണാം. എന്താ ആ കാണുന്ന മരത്തിന്റെ അപ്പുറത്താണ് ബീച്ച്. ഇവിടെ ബീച്ചിന്റെ സൈഡിൽ പണ്ട് മുതലേ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. കണ്ണൂര് കപ്പലൊക്കെ പൊളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവിടെ മണലിൽ ഇടിച്ചു കയറി ഉറച്ചു പോയതാ. ഇപ്പോൾ ആ കപ്പലിന്റെ പകുതിയും അവർ പൊളിച്ചു കഴിഞ്ഞു. അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴയ കപ്പലായിരുന്നു കേട്ടോ അത്. ഈ കണ്ണൂർ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് സൺസെറ്റ് കാണാമെന്ന് ഓർത്തേ. പക്ഷെ അവിടെ 6 മണിക്ക് ക്ലോസിംഗ് ടൈം ആണ് അത്ര. അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെയും ധർമ്മടം തുരുത്തിന്റെയും കാഴ്ചകളൊക്കെ കണ്ട് നേരെ കണ്ണൂർ സെന്റ് ആഞ്ചലോസ് ഫോർട്ട് കാണാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോവാം. അങ്ങനെ അതേ കണ്ണൂർ കോട്ടയുടെ എൻട്രൻസിന്റെ അവിടെ എത്തി. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടുന്ന് 25 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കയറാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ണൂർ വെട്ടുകല്ലാണ് ഈ കോട്ട ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതും 1505 നിർമ്മിച്ച 500 വർഷം മുമ്പുണ്ടാക്കിയ കൺസ്ട്രക്ഷനാണ്. കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പോലെ ഫ്രഷ് ആയിട്ട് കിടക്കുന്നത്. ഇതാണ് കണ്ണൂർ സെന്റ് ആഞ്ചലോസ് ഫോർട്ടിന്റെ പ്രധാന വാതിൽ. 1505 കോലോത്തിരി രാജാവ് കൊടുത്ത സ്ഥലത്ത് പോർച്ചുഗീസുകാരാണ് ഈ കോട്ട നിർമ്മിച്ചത്. 158 വർഷം അവർ ഈ കോട്ടയൊക്കെ ഭരിച്ചിട്ട് 1663 ഡച്ചുകാർ അവരുടെ നിന്ന് പിടിച്ചടക്കി. പിന്നെ 1790 ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി അവരുടെ പ്രധാന സൈനിക കേന്ദ്രമാക്കി മാറ്റി. ഏകദേശം ഒരു ത്രികോണ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ കോട്ടയുടെ പ്രധാന പ്രത്യേകത ഇതിന്റെ 2 സൈഡും കടലാണ്. മാത്രമല്ല പുറംകടലിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയ ഒരു ഗ്യാപ്പിലായതുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാനും പറ്റും. അതുമല്ലാതെ ഈ കോട്ടയുടെ ഉള്ളിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിന്റെ അടിയിൽ കൂടെ ഒരു തുരങ്കവും നിർമ്മിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഈ കോട്ടയുടെ ഒരു സൈഡിൽ മാപ്പിള ബേ തുറമുഖമാണ്. ഇപ്പോൾ അത് ശരിക്കുള്ളൊരു മത്സ്യബന്ധന തുറമുഖമാണ്. പക്ഷേ കോലോത്തിരി രാജാക്കന്മാരുടെ കാലത്ത് ഇതായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ തുറമുഖം. അതുപോലെ ലക്ഷദ്വീപുമായിട്ട് കോലോത്ത് നാടിനെയും അറക്കൽ രാജ്യത്തിനെയൊക്കെ കണക്ട് ചെയ്തിരുന്നതും മാപ്പിള ബേ തുറമുഖം വഴിയായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഈ ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈയടക്കുന്നതിന് മുമ്പ് ഇത് അറക്കൽ രാജ്യത്തിന്റെ കൈവശമായിരുന്നു. അതുപോലെ നമ്മൾ പോയ ധർമ്മടം തുരുത്തും അറക്കൽ തറവാടിന്റെ ഭാഗമായിരുന്നു എന്നാണ് അറിവ്. കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരേ ഒരു രാജകുടുംബമാണ് അറക്കൽ കൊട്ടാരം. കോട്ട ആക്രമിക്കപ്പെടാതിരിക്കാൻ ഫുൾ ടൈം പടയാളികളും എല്ലാ ഭാഗത്തേക്കും പീരങ്കികളും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ദാ പോണു പീരങ്കി. കോട്ടയുടെ 2 സൈഡ് കടലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ആ കരയുള്ള മറ്റേ സൈഡിൽ ഇങ്ങനെ കിടങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് പിന്നെ പണ്ടത്തെ ഒരു മിക്കവാറും എല്ലാ കോട്ടയിലും ഇങ്ങനെ വലിയ കിടങ്ങുണ്ടാക്കി അതിൽ മുതലേ വളർത്തും, ആരും ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ.
ഇതാണ് കോട്ടയുടെ ഒരു സൈഡ്, നീണ്ടു പരന്ന് കിടക്കുന്ന അറബിക്കടൽ. അപ്പൊ കടലിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കാൻ 4-5 പീരങ്കികൾ ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ മതി. നല്ല ലൊക്കേഷൻ. ഈ കടലിനോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് നീളത്തിൽ കാണുന്നത് കുതിരാലയങ്ങളാണ്. പണ്ട് രാജാക്കന്മാരും പട്ടാളക്കാരും ഒക്കെ കുതിരപ്പുറത്തായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എല്ലാ കൊട്ടാരങ്ങളുടെയും ഭാഗമായിട്ട് ഇതുപോലെ കുറെ കുതിരാലയങ്ങളും കാണും. വൈകുന്നേരം ആയതുകൊണ്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടു. കണ്ണൂർ ലൈറ്റ് ഹൗസ്. വൈകുന്നേരം 6 മണി വരെയുള്ളൂ എൻട്രി. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഒരാൾക്ക് 20 രൂപയും ക്യാമറയ്ക്ക് 20 രൂപയും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ലൈറ്റ് ഹൗസിലേക്ക് നടക്കുക. സൂര്യാസ്തമയം കാണാൻ ശരിക്കും ഒരു 6:30 വരെയെങ്കിലും എൻട്രൻസ് വെക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ലൈറ്റ് ഹൗസിൽ ഒരു 6:30 തന്നെ ലൈറ്റ് കത്തിക്കുന്നതുകൊണ്ട് 6 മണിക്ക് ഒരു ക്ലോസ് ചെയ്യും. ഇതാണ് പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ലൈറ്റ് ഹൗസ്. 46 വർഷമായി കണ്ടാ പറയില്ല കേട്ടോ. കപ്പലുകൾക്ക് സ്ഥലം എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് 1903 തന്നെ ഇതിന്റെ ആദ്യ രൂപം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രൂപത്തിൽ ലൈറ്റ് ഹൗസ് ആക്കി ഉണ്ടാക്കിയെടുത്തത് 1976-ലാണ്. പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ലെങ്കിലും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ. കയറാൻ അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. ഏകദേശം ഒരു 3 നില കെട്ടിടത്തിന്റെ അത്ര ഉയരമുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് കുറച്ച് കഷ്ടപ്പാട്. ഈ ചെറിയ കോണി കൂടെ വേണം മുകളിലെത്താൻ. ഇതാണ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ്. ഇപ്പോൾ ഓണാക്കിയിട്ടില്ല. 6:30 ആകുമ്പോൾ ഓണാക്കി ഈ ലൈറ്റ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുന്ന് പിന്നെ ഒരു ഗുഹയെ കൂടെ കടന്നിട്ട് വേണം വ്യൂ പോയിന്റിലെത്താൻ. അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ ഒരു കിടിലൻ വ്യൂ ആണ്. പച്ചപ്പും തെങ്ങിൻ തോട്ടങ്ങളും കടലും അസ്തമിക്കാൻ പോണ സൂര്യനും നല്ല കടൽക്കാറ്റും കൊണ്ട് മൈൻഡ് റീഫ്രഷ് ആവുന്ന ഒരു വ്യൂ ആകില്ല. ആ കാണുന്നത് സീ വ്യൂ പാർക്കാ. ലൈറ്റ് ഹൗസിന്റെ തൊട്ട് താഴെ തന്നെയാണ്. അവിടെ ഈ തിരമാലയും നോക്കി കാറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കാം. നമ്മൾ രാവിലെ പോയ ധർമ്മടംതുരുത്താണ് ആ ദൂരെ കാണുന്നത്. എയർ ഡിസ്റ്റൻസ് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നും അല്ലെങ്കിലും ഇവിടെ നിന്നാലും നമുക്ക് ആ ദ്വീപ് കാണാം. അപ്പോൾ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി ഇത്രയാണ്. ലൊക്കേഷൻ, ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ Instagram ID താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോറിയിൽ കാണാം. ബൈ.